അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. പണ്ട് 1921 നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളെ കുറിച്ച്, നമ്മുടെ നാട്ടിലുള്ള സുന്നികളായ മുസ്ലിങ്ങളെ കുറിച്ച് അവർക്കൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവർ മനസ്സിലാക്കിയതൊന്നും യഥാർത്ഥത്തിൽ തൗഹീദല്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ മുശ്രിക്കീങ്ങളാണ്, അല്ലെങ്കിൽ കാഫിരീങ്ങളാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായിട്ട് കടന്നു വരികയും അതേപോലെ തന്നെ ഞങ്ങൾ ഈ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിലുള്ള തൗഹീദ്, ഞങ്ങൾക്ക് മാത്രമേ തൗഹീദ് മനസ്സിലായിട്ടുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ഇസ്ലാം എന്താണെന്ന് തിരിഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെയുള്ള വാദങ്ങളുമായിട്ട് കടന്നു വന്ന കൂട്ടരുടെ ഇപ്പോഴുള്ള അവസ്ഥ തൗഹീദിന്റെ പേരിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. അദ്ദേഹവും അദ്ദേഹത്തെ പോലെ ആ വിശ്വാസം പേർന്നവരുണ്ടെങ്കിൽ കാഫിറാണ്, മുശ്രിക്കാണ് തന്നെ ഞാൻ പറഞ്ഞേ. അപ്പൊ പച്ചി തന്നെ നല്ല സാഹിറ്, നല്ല മാരണക്കാരൻ. ഇതുവരെ ഞാൻ കാഫിർ മുശ്രിക്കുന്ന പറഞ്ഞേ. ഫൈസൽ ഉസ്താദ് കാഫിർ മുശ്രിക്കുന്ന എന്റെ മനസ്സിൽ വന്നതും പറഞ്ഞതും അത് ഞാൻ മാറ്റിയല്ല, അതിന്റെ കൂടെ നന്നായിട്ട് സിഹർ ചെയ്യാൻ അറിയാം. ജിന്നുകളോട് സഹായം തേടുന്നതിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് വിസ്റ്റൻകാര് പറഞ്ഞപ്പോ, ശിർക്കാണ് നിങ്ങൾ പറയുന്ന ആ സഹായതേട്ടം. മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമായ ജിന്നിനോട് നടത്തുന്ന സഹായതേട്ടം, ആ സഹായതേട്ടം മുത്തലക്കൻ ശിർക്കാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാം മുജാഹിദുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ വിളിക്കുന്നു ഞങ്ങളുടെ മുശ്രിക്കുകളെന്ന്. ശിർക്കിന്റെ ഒരംശം മനസ്സിനകത്ത് വെച്ചു പുലർത്താത്ത ഞങ്ങളെ ആവർത്തിച്ചു വിളിക്കുന്നു നിങ്ങൾ ശിർക്കിന്റെ പ്രചാരകനെന്ന്. മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്ന അബ്ദുൽ ജബ്ബാർ മൗലവിയെ നിങ്ങൾ വിളിച്ചു, സക്കരിയ സ്വലാഹിയെ നിങ്ങൾ വിളിച്ചു, പാവം ഫൈസൽ മൗലവിയെ നിങ്ങൾ വിളിച്ചു. നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണ് വിളിച്ചത്. ഇനി വിളിക്കാൻ ബാക്കിയൊന്നുമില്ല. മുശ്രിക്ക്, കാഫിർ, സാഹിർ, എന്തിന്റെ പേരിലാണ് ഈ വിളികൾ മൊത്തം? ഞങ്ങൾക്ക് മാത്രമാണ് തൗഹീദ് തിരിഞ്ഞിട്ടുള്ളൂ, ഞങ്ങളെ കൊണ്ടുവന്നാണ് യഥാർത്ഥത്തിലുള്ള തൗഹീദ്. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടരുടെ തൗഹീദിന്റെ ഇടയിൽ തന്നെയുള്ള പ്രശ്നമാണ്. ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ആ വിഷയം. പലരും പല രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിലാണ് ഈ വിളികൾ മൊത്തം. നമ്മളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കാൻ. ഈ പറഞ്ഞ വാദവുമായിട്ട് വന്നിട്ടുള്ളവർക്ക് എന്തെങ്കിലും ആ കാര്യത്തിൽ ഹക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നോ? പ്രിയപ്പെട്ടവരെ, മുൻധാരണകളും വിദ്വേഷവും മാറ്റിവെച്ചുകൊണ്ട് അചഞ്ചലമായിട്ടുള്ള തൗഹീദ് മനസ്സിലാക്കാൻ, യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് കടന്നു വരുവാൻ, മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.